എനിക്കിപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ അപ്പം മാത്രം കണ്ടുവരുന്നൊരു ത്വരമുണ്ട്. എന്താണ്, എനിക്ക് റൂം വൃത്തിയാക്കണം. എനിക്ക് എപ്പോൾ എക്സാം ഉണ്ടോ അപ്പം എനിക്ക് റൂം വൃത്തിയാക്കണം. അത് എക്സാമിൻ്റെ തലേന്ന് മാത്രം വരുന്നൊരു പ്രത്യേക പ്രതിഭാസമാണ്. ഇപ്പം എൻ്റെ റൂമിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. തൃശ്ശൂർ പൂരം കഴിഞ്ഞുള്ള ഗ്രൗണ്ട് മാതിരി ഉണ്ട്, നോക്കിയാൽ ഒരുപാട് സാധനം. ഇതാണ് നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യണ ആൾ. കട്ടിലിൻ്റെ കോലം നോക്കൂ ഗൈസ്, ഒക്കെ അമ്പക്ക് വൃത്തിയാക്കണം. അധ്വാനിക്കുന്ന ജനവിഭാഗം. ആദ്യം തന്നെ നമ്മൾ രണ്ടാളൂടി ആ സൈഡ് നളമാര മാറ്റി ഇപ്പുറത്തേക്ക് ഇട്ട് ഗൈസ്. പിന്നെ ഒന്നും പറയണ്ട, അളമാരൻ്റെ അടിയിൽ ഒരു 2 കൊല്ലം അടിഞ്ഞുകൂടി കിടക്കണ പൊടി ഉണ്ടായിന്. അത് മുഴുവൻ പിന്നെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കാൻ വിചാരിച്ച്. അപ്പോൾ നോക്കുമ്പോൾ ജനലിൻ്റെ മുകളിൽ ഫുള്ള് പൊടി. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങിപ്പോയി ജനലിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത്. നമ്മളങ്ങനെ ആ ജനലിൻ്റെ മുകളിൽ നിന്ന് നെറ്റൊക്കെ അയച്ച് അത് ഫുൾ അടിച്ചു വാരി. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ അവിടെയുള്ള പൊടി എത്ര ഇട്ടിട്ടും പോണില്ല. പിന്നെ നമ്മൾ മനസ്സിലായി പുറത്തു കൂടി ഇറങ്ങിപ്പോയി ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സൈഡത്തെ പൊടിയൊക്കെ ഒരുവിധം എടുത്ത് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡത്തെ ജനലും അവിടുത്തെ സാധനങ്ങൾ ഫുൾ എടുത്ത് വെച്ച് പിന്നെ അത് വൃത്തിയാക്കാൻ തുടങ്ങി. ഗൈസ്, നമ്മൾ അതിസാഹസികമായി ഇതുവഴി ഇറങ്ങി പോകാൻ പോവാണ്. അകത്തുകൂടിയുള്ള പൊടി തുടച്ച് നമ്മൾ പുറത്തു കൂടി പൊടി തുടയ്ക്കാം. പൊടി തുടയ്ക്കാൻ പോകുന്ന ആൾക്കാരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ കുപ്പിച്ചില്ലൊക്കെ എടുത്ത് താഴെറിയാം. അത് നിന്റെ കാലത്ത് തന്നെ താൻ കുഴച്ച കുഴിയിൽ മാസ്ക് എടുത്തു. ഇതൊന്നും ചില്ലറ പണിയല്ലോ. ഞാൻ വീടിൻ്റെ 2ാമത്തെ ഫ്ലോറിൻ്റെ സൺഷീഡിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടാണ് വൃത്തിയാക്കുന്നത്. അതങ്ങനെ എൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കാണുമ്പോഴേക്കും അവരറിയണേ ഞാൻ ഇറങ്ങിയത്. ഞാൻ വെട്ടിക്കൊല്ലും അവിടെ ഇറങ്ങിയത് കണ്ടാൽ. കാരണം വേറെ വഴിയില്ല. ബിക്കോസ് അകത്തുനിന്ന് എത്ര ആക്കിയിട്ടും പൊടി പോണില്ല. പുറത്തു കൂടി ഇറങ്ങേണ്ട വേറെ നിവർത്തിയില്ല. അപ്പം ഞാൻ സൺഷെയ്ഡിൻ്റെ മുകളിൽ ഇറങ്ങി അതിൻ്റെ മുകളിലുള്ള പൊടി മുഴുവൻ തട്ടി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലവേദന എടുത്തിട്ട് താഴോട്ട് വെക്കുമ്പോൾ തലവേദനയായിട്ട് ഞാൻ അങ്ങനെ നിൽക്കണമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവിടുത്തെ പൊടി ഫുള്ള് തട്ടി. പിന്നെ താഴെ കുറേ ചവലുണ്ട്, ഇനി നമുക്ക് അത് വൃത്തിയാക്കണം. അതിസാഹസികമായി അവൾ ഇത്രയും വൃത്തിയാക്കി ഗൈസ്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വീണ് പോയതിന് പൊടി പോലും കിട്ടൂല ഗൈസ്. ഒരുത്തൻ്റെ സൈഡിൽ ഇളകിപ്പോയ പെയിൻറ്റ് പൊളിച്ചിടുന്നു, ഞാൻ ഈ സൈഡിൽ അടിച്ചു വാരി തുടയ്ക്കണം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് സിമ്പിൾ പണി, ഇതെന്തിനാപ്പം മെയിൻ ആവണ വിചാരിക്കും. പക്ഷേ ഞാൻ കയറിക്കണേ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്ത് ധൈര്യത്തിലാണ് കയറിക്കണത് എനിക്ക് ഇപ്പോഴും അറിയട്ടോ. ഞാൻ അന്നേരം വൃത്തിയാക്കലിനൊരു അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ അങ്ങനെ കയറി നിന്നതാ. കുറേ നേരം ഞാൻ നിന്ന് വൃത്തിയാക്കി. പിന്നെ ഞാൻ മറ്റേ ജനലിൻ്റെ ആ സാധനത്തിൻ്റെ മുകളിൽ ഇപ്പോൾ കാണുന്നില്ലേ, അതിൻ്റെ മുകളിൽ കയറി. പിന്നെ ഞാൻ അണ്ണാക്കൊട്ടൻ്റെ മാതിരി ജനലിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അടിച്ചു വാരി. എന്ത് ഇതില്ല, ഞാനൊന്ന് വിട്ടുപോയില്ലെങ്കിൽ അവിടെ അടിച്ചു താഴെത്തേനും. അങ്ങനെ കുറേ ഞാൻ വൃത്തിയാക്കിയ പിന്നെ വിഷ്ണു ഓന് പറ്റണ അത്രയും ദൂരം ഓനും വന്നാക്കി തന്നു. അങ്ങനെ പുറത്ത് ഒരുവിധം ഒന്ന് ഒതുക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ അകത്ത് വന്ന് അകത്തേക്ക് ആ പൊടി ഫുള്ളകത്തേക്ക് തെറിച്ച് അതൊക്കെ വൃത്തിയാക്കാം. അങ്ങനെ എൻ്റെ പണിയിൽ ഓവർ ആത്മാർത്ഥത കണ്ട് പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും അമ്മയും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ കൂടി പിന്നെ എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കാൻ തുടങ്ങി കേസ്. അങ്ങനെ നിലത്തെ പണി മതിയായപ്പോൾ പിന്നെ നമ്മൾ റാക്കിൻ്റെ ഉള്ളത്തെ പണി തുടങ്ങി. ഇപ്പം കറൻ്റ്ലി ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടി ഞാനത് പറയാൻ വന്നപ്പോൾ ഒരാൾ ഗതയും പിടിച്ച് ഹനുമാൻ കളിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതാണ് കറൻ്റ്ലി എൻ്റെ സൺഷെയ്ഡിൻ്റെ അവസ്ഥ. അങ്ങനെ പുറത്ത് ഏകദേശമൊക്കെ ഒരു വൃത്തിയുണ്ട്. കാരണം ആ മാറാലിയും ചവലൊക്കെ പോയപ്പോൾ തന്നെ, ചവല മീൻസ് എലട്ടു, ലൈക്ക് ചവറ്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമുക്ക് പൈസ കിട്ടി ചായ കുടിക്കാൻ. നമ്മൾ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ചായ കുടിക്കാൻ പൈസ കിട്ടിയപ്പോൾ ഞാനും വേദിയും അമ്മയും വിഷ്ണുവും കൂടി ചായ കുടിക്കാൻ പോയി. അവിടുന്ന് ഞങ്ങൾക്ക് ഏട്ടനെയും അമ്മൂട്ടീനെയും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഓരെയും കൂട്ടി ചായ കുടിക്കാൻ പോയി. നമ്മൾ എല്ലാവരും ചായ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കാൻ പോകാനുള്ള ഷോപ്പിൽ പോയി ചായ കുടിക്കാൻ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥിരം ഈ വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോണ സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ ചായക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഏട്ടനും അവിടുന്ന് സൈക്കിൾ ഓടിക്കുന്നു. ഒരു സൈഡിൽ വേറൊരേട്ടൻ അനിയത്തീനെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കണ്. അങ്ങനെ പല പല ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
ഗൈസ്, അപ്പം നമ്മൾ ചായയും ബൂസ്റ്റും ഒക്കെ പറഞ്ഞു ഒന്നും കഴിക്കുന്നില്ല. ഞങ്ങളൊക്കെ ചായയും ബൂസ്റ്റും ഒക്കെ പറഞ്ഞു ഓക്കൊന്നും വേണ്ട, ഓക്ക് കുടിക്കാനൊന്നും വേണ്ട പറഞ്ഞു. തിന്നാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിന്നാൻ വാങ്ങണേ അല്ലേ? 2 ലോഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടാണ് ചേച്ചി ഇത് പറയുന്നത്. നോ ഗൈസ്, നമ്മളൊന്നും തിന്നില്ല. അമ്മായി കഴിക്കാമായി. ആക്രാന്തം പിടിച്ച 2 കുട്ടികൾ, വേറെ 3 കുട്ടികൾ. അടുത്ത പോരായിട്ട് ഇവിടെ വന്നിട്ട് തിന്നുണ്ടോണോ? നമ്മൾ ലാസ്റ്റ് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് അങ്ങനെ ചായയും ലോഡഡും ഒക്കെ തിന്ന് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് റോട്ടുമ്പോൾ നിന്ന് നമ്മളൊരു പട്ടിക്കുട്ടീനെ കണ്ടു. ആ പട്ടിക്കുട്ടീനെ ബ്രീഡിനോട് പറഞ്ഞു. അതിനെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനെയും നോക്കി അവിടെ നിന്ന്. അപ്പം അങ്ങോട്ട് പോകണ സമയത്ത് വിഷ്ണു വണ്ടിയിലും വേദ സ്കൂട്ടറിലായതുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് ചെയ്ത് വിഷ്ണു സൈക്കിൾ ഓടിക്കിയപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അത് എൻ്റെ കുട്ടി വന്ന്. എൻ്റെ ജാനിമോളേടേ, ചേച്ചീൻ്റെ ജാനിമോളേടേ, നോക്ക് ചുട്ടോ. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും റൂമിലെത്തി. വീണ്ടും റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. നമുക്ക് ബാക്കി വൃത്തിയാക്കലിലേക്ക് കിടക്കാം. അങ്ങനെ പിന്നെയുള്ള പണി ബുക്സൊക്കെ അറേഞ്ച് ചെയ്തൊരു ബുക്ക് ഷെൽഫ് പോലാക്കിയത്. ഇത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചുണ്ടാക്കിയൊരു ബുക്ക് ഷെൽഫ്. അപ്പോൾ ഞാൻ വായിച്ച് കഴിഞ്ഞ ബുക്സൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി വായിക്കാനുള്ള ബുക്സ് മാത്രം ഫുള്ള് പൊടിയൊക്കെ തട്ടി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ വൃത്തിയാക്കുമ്പോൾ എനിക്കൊരു ബുക്ക് കിട്ടി. ഈ ബുക്ക് അമ്മ പ്രേമലും ഇതിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത്. അതായത് അതിൻ്റെ ഓദർ ഞങ്ങളെ കോളേജിൽ വന്ന സമയത്ത് ഇന്നെ ഓർത്ത് ആ കുട്ടി ഓദർ സൈൻഡ് ആയിട്ടുള്ള ബുക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി വാങ്ങി വെച്ചിട്ട് അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. അങ്ങനെ വായിച്ച് കഴിഞ്ഞ ബുക്കൊക്കെ ഞാൻ നേരെ പോയി പപ്പേൻ്റെ ലൈബ്രറീൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഇതാണ് പപ്പേൻ്റെ ലൈബ്രറി. ആവശ്യവും അനാവശ്യമായിട്ടുള്ള സകലമാനം ബുക്കും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഞാനൊരു LKG ആയപ്പോൾ തൊട്ട് ഇതുവരെ ഞാൻ വായിച്ച സകല ബുക്കും കളയാതെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ലൈക്ക് സ്റ്റോറി ബുക്സ് ഞാൻ വായിക്കുകയാണ്. സ്റ്റോറി ബുക്സ്, നോവൽസ്, കളിക്കുടുക്കും ബാലരമയും മാത്രമേ ഇല്ലാത്ത, ബാക്കി എല്ലാ സാധനവും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ വായിച്ച് കഴിഞ്ഞ ബുക്കൊക്കെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ച്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ബാക്കി സാധനമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കുറേ വലിച്ചു വരട്ട സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി. അങ്ങനെ പിന്നെ വേഗം പണി കഴിഞ്ഞാൽ അങ്ങനെ ആ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ടിൻ്റെ മുകളിൽ സ്റ്റൂളൊക്കെ ഇട്ട് വലിഞ്ഞേറിയ ഫാനിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പൊടി തൊഴിച്ചിട്ട് ഫാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഫാനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് വെച്ച് ബാക്കിയുമ്പോൾ കമ്മൽ, ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ ഒരിക്കലും സ്റ്റഡി നടക്കാത്തതിൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഞാൻ വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സംഭവം ചെയ്തു. എൻ്റെ റൂമിലൊരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. ഇത് കാണുമ്പോൾ വൃത്തിയുണ്ടല്ല, പക്ഷെ അടിപൊളി ലൈറ്റാണ്. അതിട്ടപ്പം ആ മൂടേ മാറി. അങ്ങനെ ആ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് പിന്നെ നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടുവന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി. അങ്ങനെ ലാസ്റ്റ് മതിയായി ഗൈസ്. ഹലോ ഗൈസ്, തന്നത്തേക്ക് ഇത്രയും മതി. ഇമ്പക്ക് ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കാണ്ട് പിന്നെ ടേബിളും അതുമ്പക്ക് തൽക്കാലം നാളെ ചെയ്യാം. ഇന്ന് അതുകൂടി ചെയ്യാനുള്ള അത്ര നാണിയില്ല. പിന്നെ അമ്മ വന്ന് നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കി, കാരണം അവിടെ കിടക്കണമല്ലോ. അങ്ങനെ ഇപ്പം ഇതാണ് കോലം. ലോഡഡ് കഴിച്ചതുകൊണ്ട് നമുക്ക് തീരെ വിശപ്പില്ല. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ സമയം 12 മണി. നമ്മൾ ചോറിനാൻ പോകണം. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഫോൺ നോക്കി കിടന്നു. ഇനി നമുക്ക് ചോറിനാം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഇന്നലെ ഊരി കൊണ്ടുപോയ കർട്ടനൊക്കെ തിരുമ്പി ഇട്ടിരുന്നു. അത് ഫുള്ള് നമ്മൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ എടുത്ത് കർട്ടൻസ് ഫുള്ള് അതിൻ്റെ അകത്തേക്ക് കയറ്റി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ച്. അങ്ങനെ 2 സൈഡത്തെ ജനലിലും കർട്ടനൊക്കെ ഇട്ട് ഇത് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ച ഉണ്ടോ. ഞാനിപ്പോൾ കറൻ്റ്ലി ഉള്ള എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതിൽ ആഡ് ചെയ്യാം.
നിങ്ങളിത് ഇവിടം വരെ കാണുമെന്ന് വിചാരിച്ചെടുത്തല്ലേ. ഞാൻ എന്തായാലും വൃത്തിയാക്കല്ലേ വിചാരിച്ച് വെറുതെ എന്താ എടുക്കേണ്ടതെന്ന് അറിയാണ്ട് എന്തൊക്കെയോ എടുത്ത് പിന്നെ ഡിലീറ്റ് ആക്കാൻ നേരത്ത് ഇത്രയും എടുത്തതല്ലേ, എന്നാൽ പിന്നെ വെറുതെ ഇടാമെന്ന് വിചാരിച്ച് ഇടുന്ന വ്ളോഗാണിത്. എന്തായാലും ഇതുവരെ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ ബായ്.